Good afternoon, all. Good afternoon, ma'am. Good afternoon, Good ma'am. afternoon, Good ma'am. afternoon, Good ma'am. afternoon, Miss. Good afternoon, Miss. Good afternoon. Prayer പറഞ്ഞോട്ടാ. ഈശ്വര കൈകൂപ്പി നിൽപ്പൂ ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിനു കാരണമായുള്ള തമ്പുരാനെ. അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും മാതൃഭൂവിനായി ജീവൻ വെടിഞ്ഞൊരു ഉമ്മയിൽ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തൻ്റെ കൂടപ്പിറപ്പുകളായി നനച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉമ്മയിൽ സ്നേഹിച്ചും ആദരിച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പൂ ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ. താങ്ക് യു മാം. ഇതെന്തായിരുന്നു കേട്ടോ. താങ്ക് യു. Silent. ചാടിയാടി ഉറങ്ങൂനി ചെരിഞ്ഞാടിയാടി ഉറങ്ങൂനി ആകാശത്തോലാടും കണ്ടുറങ്ങൂനി ചാടിയാടി ഉറങ്ങൂനി ചിരിഞ്ഞാടിയാടി ഉറങ്ങൂനി ആകാശത്തോലാടുനി കണ്ടുറങ്ങൂനി അമ്പോറ്റിയെ നീ കണ്ടോണ്ടുറങ്ങുമ്പോൾ കൽക്കണ്ട കുന്നൊന്നു കാണായി വരും. കൽക്കണ്ട കുന്നിന്റെ ഉച്ചയില ചെല്ലുമ്പോൾ അമ്പിളി തമ്പ്രാന്റെ കോലം കാണാം. ആ കോലത്തെത്തുമ്പോൾ അവിടെ എന്തൊരു രസമെന്നോ. അവിടെ പാൽക്കാവടിയുണ്ട്, അരികെ പായസപ്പുഴയുണ്ട്, അവിടെ കാത്തുണ്ട്. ചാഞ്ചാടിയാടി ഉറങ്ങൂനി ചെരിഞ്ഞാടിയാടി ഉറങ്ങൂനി ആകാശത്തോലാടുനി കണ്ടുറങ്ങൂനി. അമ്മ നടക്കുമ്പോൾ ആകാശ ചെമ്പൊന്നിൽ ചിലമ്പാകെ ചിലമ്പുന്ന പാദസ്വരം. അമ്മയുടെ കയ്യിലെ കളിപ്പാട്ടം കിളമാതെ കിളങ്ങുന്ന കിളുപ്പാമ്പെട്ടി. ആ പെട്ടി തുറന്നാലോ അതിലായിരം നക്ഷത്രം. ആ നക്ഷത്രക്കൂട്ടിൽ നിറയെ സ്നേഹപ്പൂങ്കിളികൾ. കിളിപ്പാടത്തിലൊരമ്മ മനസ്സുണ്ട്. ചാഞ്ചാടിയാടി ഉറങ്ങൂനി ചെരിഞ്ഞാടിയാടി ഉറങ്ങൂനി ആകാശത്തോലാടുനി കണ്ടുറങ്ങൂനി. ചാഞ്ചാടിയാടി ഉറങ്ങൂനി ചെരിഞ്ഞാടിയാടി ഉറങ്ങൂനി ആകാശത്തോലാടുനി.
താങ്ക് യു മിസ്. നന്നായിരുന്നു കേട്ടോ. ആ ഉറങ്ങാൻ പോയതൊക്കെ ഒന്ന് തിരിച്ചു വന്നേ. വന്നു ഓക്കെ, Thought of the പറഞ്ഞോടാ. Thought of the day. Today, January 23rd. രാജ്യത്തിനായി ജീവിതം സമർപ്പിച്ച ധീരനായ നേതാവായ സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമാണ്. ബർത്ത് ആനിവേഴ്സറി ഓഫ് നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ഇന്ന് ദേശ് പ്രേം ദിവസമായും പരാക്രം ദിവസമായും ആഘോഷിക്കുന്നു. ഇന്ത്യൻ ജനതയെ പ്രചോദനമാക്കിയ അദ്ദേഹത്തിന്റെ വാക്കുകൾ: ഗിവ് മീ ബ്ലഡ് ആൻഡ് ഐ വിൽ ഗിവ് യു ഫ്രീഡം. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം. അനദർ വൺ, ഫ്രീഡം ഈസ് നോട്ട് ഗിവൺ, ഇറ്റ് ഈസ് ടേക്കൺ. സ്വാതന്ത്ര്യം ആരും തരുന്നതല്ല, അത് സ്വന്തമായി പിടിച്ചെടുക്കേണ്ടതാണ്. താങ്ക് യു. താങ്ക് യു ഓൾ. ജയശ്രീ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഒക്കെ? നല്ല എക്സ്പീരിയൻസ് ആണ് മിസ്. കുട്ടികളുടെ കൂടെയുള്ള എക്സ്പീരിയൻസ്. ആദ്യത്തെ ക്ലാസ്സിൽ കുറച്ച് പണി കിട്ടി, അതായത് അന്ന് ക്ലാസ് മിസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ കുറച്ച് ഇതുണ്ടായിരുന്നു. കുട്ടികളെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർക്ക് ബോറടിക്കും മിസ്. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചാലൊന്നും അവര് വരൂല, നോക്കൂല, അവരുടെ കളികളൊക്കെ. കുറച്ചേരം ഓക്കെയാണ്, ആക്ഷൻ സോങ് പാടി. പിന്നെ സെക്കൻഡ് ഡേ വേറെ ക്ലാസ് ആയിരുന്നു, അത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അവിടുത്തെ മിസ് ഉണ്ടായിരുന്നു കൂടെ, അപ്പൊ അതുകൊണ്ട് പിന്നെ അവർക്ക് കുഴപ്പമുണ്ടായില്ല. തേർഡ് ക്ലാസ് അതിനും നന്നായിരുന്നു മിസ്. അങ്ങനെ ഓരോരോ എക്സ്പീരിയൻസ് മിസ്സുമാരുടെ. നമ്മുടെ ആൽഫബറ്റ്സ് ഒക്കെ ഉപകാരപ്പെട്ടു മിസ്, അതൊക്കെ കാണിച്ചു. പിന്നെ നമ്പർ ചാർട്ട് അത് കാണിച്ചു, അത് നോക്കിയിട്ട് ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിച്ചു. പിന്നെ സ്മോൾ ലെറ്റർ ഒക്കെ യൂസ്ഫുൾ ആക്കി മിസ്. എന്തായാലും ഭയങ്കര യൂസ്ഫുൾ ആയി. ലീവ് ആണല്ലേ? ഇന്ന് ലീവാണ് മിസ്, ഇൻഫെന്റിൽ ഇന്ന് ലീവാണ്. എടാ, നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വേറൊരു കുട്ടി കൂടി അവിടെ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇൻഫെന്റിലാണോ? ആ, ഓക്കെ മിസ്, ഒരു കൂട്ടായല്ലോ. ഞാൻ കുറെ പേര് വിളിച്ചു, ഇതില് ആരെങ്കിലും അടുത്തുള്ളവരുണ്ടെങ്കിലേ ഒരു കൂട്ടായിരുന്നല്ലോ മിസ്. ഓക്കെ, അടുത്തുള്ളതാണ്. പറഞ്ഞു കഴിഞ്ഞാല് കൂട്ടുകാട് എന്ന സ്ഥലപ്പേര്. അവിടെ നിന്നാണ്. ലൗലി എന്ന് പറയും. ഞാൻ പരിചയപ്പെട്ടോളാം മിസ്. ഇപ്പൊ പ്രീ കെ ജിയിലല്ലേ? അല്ല, ഏത്? ഓക്കെ മിസ്, ഇപ്പൊ ഞാൻ പരിചയപ്പെട്ടോളാം. 13th സ്റ്റുഡന്റ് ആണ് കേട്ടോ. 13th. ഓക്കെ. സോ നമ്മള് ഏത് പോർഷൻ ആയിരുന്നു എടുത്തിരുന്നത്? നമ്മൾ കംപ്ലീറ്റ് ആക്കിയില്ലേ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ്? ന്യൂ ചാപ്റ്റർ എടുത്തോ? ഞാൻ ഇല്ല മിസ്സേ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു കാര്യം ചോദിച്ച സത്യസന്ധമായിട്ട് എല്ലാവരും മറുപടി പറയണം. നമ്മൾ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ പോർഷൻസിൽ ഡൗട്ട് ഒന്നും ഇല്ലാലോ? ഇല്ല മിസ്. ഇല്ല മിസ്. ഞങ്ങള് മറ്റേ ഇത് മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ അപ്പൊ തന്നെ ഒന്നും കൂടി നോക്കി ക്ലിയർ ചെയ്ത് വീണ്ടും വീണ്ടും ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ മൂവ് ആവുന്ന യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആൻഡ് യൂണിറ്റ് നല്ല പാർട്ടാണ് മിസ്. ഓക്കേടാ, കളർ കാർഡ് ഒന്ന് കാണിച്ചോട്ടെ? ആണോ? പ്രസ് ചെയ്തോടാം. ബാക്കി ആദ്യം കളർ കാർഡ് കാണിക്കാനില്ലാലോ? കണ്ടോട്ടേടാ. ഓക്കേടാ, നന്നായിട്ടുണ്ട്. താങ്ക് യു. അപ്പോ നമ്മൾ മൂവ് ആകുന്ന യൂണിറ്റിന്റെ പേര് അല്ലെങ്കിൽ പാർട്ടിന്റെ പേര് ഞാൻ പറയാം. പാർട്ട് 3 ആണ്. പാർട്ട് 3 പേജ് നമ്പർ 80 ആണ്. 80. ഓക്കെ, പേജ് നമ്പർ 80 ആണ്. ഓക്കെ, നിങ്ങൾ ഈ കോഴ്സിനെ കുറിച്ച് എങ്ങനെയാ അറിഞ്ഞത് എല്ലാവരും? മിസ്, ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു മിസ്. കൊട്ടുപള്ളി പഞ്ചായത്തിലെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്കമാടിയിലെ ഒരു കുട്ടിയാണ് പറഞ്ഞത്, മോളെ കൊണ്ടുപോകുമ്പോ അവർക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞു.
അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പോകാനൊക്കെ ആയിരുന്നു പ്ലാൻ. അപ്പോഴാണ് ആ കുട്ടിക്ക് +2 എന്തോ മാർക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് പറഞ്ഞിട്ട് ഇനി അത് കൂടി എഴുതേണ്ടി വരുമോ അങ്ങനെയൊക്കെ ഡൗട്ട് വന്നു. ഞാൻ പറഞ്ഞു പോവാം. പിന്നെ ആ കുട്ടിക്ക് കൂടുതൽ ഇഷ്ടം ബ്യൂട്ടീഷ്യനാണ്, താല്പര്യം ഉണ്ടെങ്കിലും. അങ്ങനെ അതിലേക്ക് തിരിഞ്ഞു. മിസ്സേ സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയില്ലേ ചാപ്റ്റർ? ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് സോഷ്യലൈസേഷൻ അത് അവിടുന്ന് എടുക്കണ്ടേ? അതെടുക്കണോ? സോറി, ഞാൻ പെട്ടെന്ന് നിങ്ങളോട് ഞാൻ വിചാരിച്ചു കംപ്ലീറ്റ് ആയിരുന്നു. സോറി കേട്ടോ. എല്ലാരും ഓക്കെ? സോഷ്യൽ അതെടുക്കണ്ടേ? എങ്ങനെയാ, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? മിസ് പേജ് നമ്പർ 48. സോഷ്യലൈസേഷൻ എടുക്കാനുണ്ട്, അത് രണ്ടും എടുക്കാനുണ്ട്. റോൾ ഓഫ് ദ ടീച്ചറും എടുക്കാനുണ്ട്. ഓക്കെ, സോഷ്യൽ ഡെവലപ്മെന്റ് വരെ ആയിരിക്കും പറഞ്ഞു തന്നിരിക്കുന്നത്. ഓക്കെ, കളർ ചാർട്ട് ഒന്ന് കാണിച്ചോട്ടെ. ആ ഓക്കെ, പ്രസന്റ് ചെയ്തു. ക്യാമറ മുകളിലായിട്ട് വന്നിട്ടുണ്ടാവും ഇവിടെ, ടോപ്പിലായിട്ട് 2 അര മാർക്ക് പോലെ. ട്രൈ ചെയ്തോ, കാണിക്കാൻ പറ്റുമ്പോൾ പറഞ്ഞാൽ മതി, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം കേട്ടോ. നമ്മൾ പറഞ്ഞത് എന്താണ്, ഈ ഒരു ഓക്കെ കളർ ടാബ്ലറ്റ്സ് കണ്ടു കേട്ടോ മിൻസി. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞ എന്താണ്, ഈ ഒരു പോർഷനോട് നിൽക്കട്ടെ കേട്ടോ, ഞാൻ കണ്ടിന്യൂഷനിലേക്ക് വരാം. നമ്മൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെ അറിഞ്ഞത്? ജയശ്രീ പറഞ്ഞു. അർച്ചന എങ്ങനെ അറിഞ്ഞത്? മിസ്സേ, ഞാനൊരു ടീച്ചർ വഴിയാണ് അറിഞ്ഞത്. ഞങ്ങളുടെ അടുത്തൊരു ചേച്ചി ഇതുപോലെ പഠിച്ചിട്ട് ഇവിടെ സ്കൂളിൽ ജോലി കിട്ടി ഏതനില്. അപ്പം ആ ടീച്ചർ വഴിയാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ ടീച്ചർ എനിക്ക് ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെ ഫോണിനകത്ത് അയച്ചു തരുക ചെയ്തത്. അങ്ങനെ വിളിച്ച് ചോദിക്കുക, അങ്ങനെ ഇതിനകത്തോട്ട് വന്നത്. ടീച്ചർ, ഞാൻ നമ്മുടെ പഞ്ചായത്തിലെ ഗ്രൂപ്പ് വഴിയാണ് അറിഞ്ഞത്. പഞ്ചായത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതുവഴിയാണ് ഞാൻ അറിഞ്ഞത്. ഞാന് അമ്മായി മെമ്പറാണ് പഞ്ചായത്തിലെ. അപ്പൊ അമ്മായി ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നോ പഞ്ചായത്തിലത്തെ ഇതൊക്കെ, അങ്ങനെ ഞാൻ അറിഞ്ഞത്. മിസ്സേ, ഞാനിങ്ങനെ മോണ്ടിസോറിയുടെ അഡ്വർടൈസ്മെന്റ് ഒക്കെ കാണാറുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ എൻട്രേഡിലൊക്കെ, അപ്പൊ അതൊക്കെ അന്വേഷിച്ചപ്പം നല്ല റേറ്റ് കൂടുതലാണ്. പിന്നെ അത് തന്നെയല്ല, എന്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു നെയ്ബർ ഉണ്ട്, അത് MD7th ബാച്ചില് പഠിച്ചിറങ്ങിയതാണേ. അപ്പൊ എന്നോട് പറഞ്ഞു സ്മാർട്ട് സിറ്റി ആയിരിക്കും കുറച്ചും കൂടി നല്ലത്, നന്നായിട്ട് ട്രെയിനിങ് തരുന്നുണ്ട്. MD7th ആണെന്ന് തോന്നുന്നു. 7th ബാച്ച് ഇല്ലേ? അപ്പം അങ്ങനെ അറിഞ്ഞാണ് സ്മാർട്ട് ശ്രീ ഒക്കെയാണ്, നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ജോയിൻ ചെയ്താണ് മിസ്സേ. കൂടുതൽ പേരും പഞ്ചായത്ത് വഴിയും മെമ്പർമാര് വഴിയും പിന്നെ പഠിച്ച കുട്ടികൾ, ഇപ്പൊ നിങ്ങളും ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പ്ലേസ്ഡ് ആവുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആ ട്യൂട്ടറോട് പറയും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ ഈ ഒരു മോണ്ടിസോറി എന്ന് പറയുന്ന കോഴ്സ് എടുക്കുന്നുണ്ട്, നിങ്ങളത് ജോയിൻ ചെയ്തെന്നൊക്കെ പറയും. അങ്ങനെയൊക്കെയാണ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്നത്. മോണ്ടിസോറി എന്ന് കേട്ടപ്പോ, കോഴ്സിനെ കുറിച്ച് കേട്ടപ്പോ നമ്മൾ ആദ്യം സെർച്ച് ചെയ്തത് ആരെ കുറിച്ചായിരിക്കും? ഡോക്ടർ മരിയ മോണ്ടിസോറി അല്ലെ? ഓക്കെ, എല്ലാവരും ആദ്യമായിട്ട് സെർച്ച് ചെയ്ത ആരെ കുറിച്ചിട്ടാണ്? മോണ്ടിസോറിനെ കുറിച്ചിട്ടാണ്. ഈ മോണ്ടിസോറിയുടെ ഫൗണ്ടർ ആണ് ഡോക്ടർ മരിയ മോണ്ടിസോറി. സോ അതാണ് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് എടുക്കാൻ പോകുന്ന ചാപ്റ്ററിൽ പറയുന്നത്. സോ അത് ഞാൻ പറയാൻ വന്നിട്ട് ബ്രേക്ക് ആയി പോയപ്പോ എനിക്ക് വിഷമമായി. കാരണം മോണ്ടിസോറിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കുള്ളൂ. നിങ്ങളും കേട്ടിട്ടുണ്ടാവും അല്ലെ? ജിഷാ മിസ് എപ്പോഴും പറയുന്ന ഒരു പേരായിരിക്കും. മിസ് മരിയ മോണ്ടിസോറി അങ്ങനെ പഠിച്ചു. എപ്പോഴും നിഷാ മിസ് മരിയ മോണ്ടിസോറി എപ്പോഴും മതി. മിസ്സിന്റെ ഒരു എന്താ പറയാ ഭയങ്കര പാഷൻ, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇഷ്ടം തോന്നുന്നുണ്ട് മോണ്ടിസോറിനോട്. ഭയങ്കര ഇഷ്ടമാണ്. കാരണം മോണ്ടിസോറി മെത്തേഡിനോട് നമുക്കൊരു പ്രത്യേക താല്പര്യം തോന്നും. നിങ്ങള് പ്രാക്ടിക്കൽ ക്ലാസ്സിന് വന്നിട്ടില്ലല്ലോ. പ്രാക്ടിക്കൽ ക്ലാസ്സിന് നെക്സ്റ്റ് മന്ത് ആയിട്ട് ഉണ്ടാവും. അപ്പൊ എന്തായാലും സെക്കൻഡ് സാറ്റർഡേ ആയിരിക്കും പ്രാക്ടിക്കൽ ക്ലാസ്. അപ്പൊ ക്ലാസ് ഉണ്ടാവില്ലല്ലോ ജയശ്രീക്ക്? ക്ലാസ് ഉണ്ടാവില്ല മിസ്. നെക്സ്റ്റ് മന്ത് ആയിരിക്കും, ഈ മന്ത് അല്ല, നെക്സ്റ്റ് മന്ത്. നെക്സ്റ്റ് സാറ്റർഡേ ഉണ്ടാവുമെന്ന് ഡൗട്ട് മിസ്. അല്ല, കുട്ടികൾക്ക് KG-യിലില്ല, പൊതുവെ സാറ്റർഡേ വെക്കാറില്ല. ഇപ്പൊ വർക്കിംഗ് ഡേ വെക്കുമോന്ന് അറിഞ്ഞുകൂടാ. ആയിരിക്കും.
അപ്പൊ സാറ്റർഡേസ് ആയിരിക്കും നമ്മുടെ ക്ലാസ് വരുന്നത്. മിക്കവാറും സെക്കൻഡ് സാറ്റർഡേസ് ആയിരിക്കും. മാക്സിമം പ്രാക്ടിക്കൽ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് എല്ലാവരും മാക്സിമം പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഡെമോൺസ്ട്രേഷൻ ഉണ്ട്. ജിഷാമിസ് ആയിരിക്കും മെറ്റീരിയൽസ് ഓരോന്നും ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വീക്കിലാണോ? അല്ല, ഇനി വരുന്ന നമ്മുടെ ടേം എക്സാം കഴിഞ്ഞിട്ടായിരിക്കും എന്തായാലും. മിസ്സേ നമ്മുടെ മിസ്സേ റെക്കോർഡ്സ് ഒക്കെ എപ്പോ സബ്മിറ്റ് ചെയ്യണം മിസ്സേ? അത് അപ്പോഴേക്കും ആകൂടാ, ഒരു 1 month ബ്രേക്ക് ഉണ്ടാവും. മാർച്ചിലേക്കൊക്കെ ആവുള്ളൂ. ഓക്കെ, 5 റെക്കോർഡ്സും തന്നില്ലേ മിസ്? അല്ലെങ്കിൽ എത്ര റെക്കോർഡ്സ് ആയിപ്പോ? മിസ് 5th മാത്രമേ ഉള്ളൂ തരാതെ, അതായത് അത് സ്കാൻ ചെയ്യാനുണ്ടെന്നോ? ജസ്റ്റ് കോപ്പി ചെയ്യാൻ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടില് അന്വേഷിച്ചു കഴിഞ്ഞാൽ 5th റെക്കോർഡ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഓക്കെ മിസ്. എങ്ങനെയെന്നറിയാമോ, ജസ്റ്റ് പ്രിന്റ് ഒക്കെ ചെയ്തു കളറൊക്കെ അതേപോലെ തന്നെ നമ്മളിപ്പോ എന്താ പറയാ ഡയറി അല്ലല്ലോ, ലാമിനേറ്റ് ചെയ്തിട്ടുള്ള പേജസ് പോലത്തെ ഇല്ലേ, അങ്ങനത്തെ റെക്കോർഡ് അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് എനിക്ക് ഫുൾ ഇൻഫർമേഷൻസും അറിയില്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. PR-നോട് ഞങ്ങളത് കോപ്പി ചെയ്യണോ, എഴുതണോ? അത് നമ്മളങ്ങനെ നമ്മളിപ്പോ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കില്ലേ, റെക്കോർഡ് മേടിച്ചു വെച്ചായിരുന്നു മിസ്, ഓൾറെഡി മേടിച്ചു വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, കോപ്പി ചെയ്താലും മതി, നമുക്ക് അയച്ചു തരും. ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് മാറി പോകില്ല. അതേപോലെ 5th റെക്കോർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികള് അത് എന്തായാലും നിർബന്ധമായിട്ട് പ്രിപ്പയർ ചെയ്യണം. ജസ്റ്റ് കോപ്പി ചെയ്യാൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ മെറ്റീരിയൽസിനെ കുറിച്ചും ക്ലാസ് ടോട്ടലി കോപ്പി ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇമേജസും കാര്യങ്ങളും നമുക്ക് അയച്ചു തരും, അത് പേസ്റ്റ് ചെയ്യണം. അത് വെച്ചാൽ ഡൗട്ട് വരും കുട്ടികൾക്ക്, ഇമേജസ് എവിടെയാണ് പേസ്റ്റ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ഡൗട്ട്സും കാര്യങ്ങളും വരുന്നതുകൊണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യണം. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, നിങ്ങളുടെ ബാച്ച് മുതലാണോ കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമ്മുടെ പോർഷൻ കംപ്ലീറ്റ് ആവാത്ത പോർഷനിലേക്ക് വരാം. ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് സോഷ്യലൈസേഷൻ. സോഷ്യലൈസേഷൻ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് ഫാമിലി. ഓക്കെ, ഫാമിലിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ. മോസ്റ്റ് വൈറ്റൽ പ്രൈമറി ഏജൻസി ഫോർ സോഷ്യലൈസേഷൻ ഓഫ് ദ ചൈൽഡ്. ഒരു കുട്ടിയുടെ സോഷ്യലൈസേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൈറ്റൽ ഏജൻസി ആണ് ആര്? ഫാമിലി എന്ന് പറയുന്നത്. സൈസ് ഓഫ് ദ ഫാമിലി, ഫോൺനെസ് എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി, ഫാമിലി മെമ്പേഴ്സ് തമ്മിലുള്ള ആ ബോണ്ട് കാര്യങ്ങളും, ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പാരന്റ്സ്, ഫാമിലി മെമ്പേഴ്സ് ടുവേഴ്സ് ദ ചൈൽഡ്, ഫ്രിക്ഷൻ എമംഗ് ദ പാരന്റ്സ്. ചിലപ്പോൾ ചില ഫാമിലിയിൽ പാരന്റ്സ് തമ്മിൽ തർക്കങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അത് കുട്ടിയുടെ സോഷ്യലൈസേഷൻ അഫക്ട് ചെയ്യും. ബ്രേക്ക് ഓൺ ടു ദ സെപ്പറേഷൻ. ഞാൻ പഠിക്കുന്നത് സോഷ്യലൈസേഷൻ, സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ് യൂണിറ്റ് 3 ആണ് ഹസ്ന. പേജ് നമ്പർ 48. ഓക്കെ, അപ്പോ ഡിവോഴ്സ്, ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി, സോഷ്യൽ മ്യൂട്ട് ആയിക്കോട്ടെ. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ള കുട്ടികളിൽ ആ പ്രശ്നങ്ങൾ അവർക്ക് എന്താണ്, ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റീസ് വരാനുള്ള കാരണമാണ്. സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ്, ഇപ്പൊ അത്യാവശ്യം നോക്കുകയാണെങ്കിൽ ഹൈ ക്ലാസ് ആയിട്ടുള്ള ഹൈ ക്ലാസ് അല്ലെങ്കിൽ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് വരുന്ന കുട്ടികളിൽ ഇമോഷണൽ ഡെവലപ്മെന്റ് വളരെ കുറവായിരിക്കും. അവർ വ്യക്തികളോട് സംസാരിക്കുന്ന രീതിയും അല്ലെങ്കിൽ അവർ കുറച്ചും കൂടി ഇൻട്രോവേർട്ട് ആയിരിക്കും രീതികൾ. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ മിഡിൽ ക്ലാസ് വളർന്നു വരുന്ന കുട്ടികളിൽ നല്ല രീതിയിൽ സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ടാവും. അവർ പരിസരത്തുള്ള എല്ലാവരും അറിയാൻ പറ്റും ചില കുട്ടികൾക്ക്. അപ്പോൾ എന്താണ് സോഷ്യൽ സ്റ്റാറ്റസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇത് കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻ, നമ്മൾ ഫോളോ ചെയ്യുന്ന നമ്മുടെ കസ്റ്റംസ്, ട്രഡീഷൻ, ബിലീഫ്സ് സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കൾച്ചർ, വാല്യൂ, ഐഡിയ എക്സെട്ര ഓഫ് ദ ഫാമിലി. ഫാമിലിയുടെ കൾച്ചർ, അവർ കൊടുക്കുന്ന വാല്യൂസ്, ഫാമിലി നമ്മൾ കുട്ടികൾ കാണുന്നത് ശരിക്കും ഫാമിലിയിൽ നിന്ന് നമുക്ക് എന്താണോ പ്രതീക്ഷിക്കുന്നത് ആ ഫാമിലിയുടെ ഒരു ഡെമോൺസ്ട്രേഷൻ തന്നെയായിരിക്കും കുട്ടിയുടെ ക്യാരക്ടറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഫാമിലിയുടെ ഐഡിയാസിനോടായിരിക്കും കുട്ടിക്ക് കൂടുതൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ. അപ്പൊ ഫാമിലി ഓൾസോ ഇൻഫ്ലുവൻസ് ദ ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ്. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ച് ഫാമിലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് കുട്ടിയുടെ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ.
അപ്പൊ നമ്മൾ പറഞ്ഞു സോഷ്യലൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് സോഷ്യലൈസേഷൻ. ഇന്ന് സോഷ്യലൈസേഷൻ എന്താണ് കുറവായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോ നമ്മൾ കുട്ടികളെ വീട്ടിൽ തന്നെ ഇരുത്തി പഠിപ്പിക്കണം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്ത് വിടരുത്, പുറത്തേക്ക് പോകാൻ പാടില്ല, സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ വളർത്തുന്ന കുട്ടികൾക്ക് ഈ സോഷ്യലൈസേഷൻ കുറവായിരിക്കും. എത്ര പ്രായമായാലും അവർക്ക് ഒന്നും തനിയെ ചെയ്യാനോ പുറത്ത് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്നോ സംസാരിക്കണമെന്നോ പോലും അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോ ആ ഒരു പ്രശ്നം മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യണം. സോഷ്യലൈസേഷൻ ഫസ്റ്റ് തുടങ്ങുന്നത് തന്നെ ഫാമിലിയിൽ നിന്നാണ്. ഫാമിലിയുടെ സൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണ്, ജോയിന്റ് ഫാമിലിയെ സംബന്ധിച്ച് സോഷ്യലൈസേഷൻ വളരെ കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ ഫാമിലിയിലെ പാരന്റ്സും ഗ്രാൻഡ് പാരന്റ്സും ഒക്കെ ഉണ്ട്. അപ്പൊ സംസാരിക്കാൻ ഒരുപാട് പേരുണ്ട്, കസിൻസ് ഉണ്ടാവും. അപ്പൊ അവർ തമ്മിലുള്ള ബോണ്ടും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ്, കുട്ടിയോടുള്ള പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ് കുട്ടിയുടെ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നല്ല കെയറിങ്ങോട് കൂടിയാണ് കുട്ടിയെ ട്രീറ്റ് ചെയ്യുന്നത്. അവൻ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ കുറച്ചുകൂടി കൺസിഡേർഡ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് സോഷ്യലൈസേഷൻ ആണ്. അവൻ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഫാമിലി മെമ്പേഴ്സ്, അതുപോലെ ഫാമിലി മെമ്പേഴ്സും കുട്ടിയെ നല്ല രീതിയിൽ, ഇപ്പൊ ഒരു കുട്ടി ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടും അവനെ ആരും മൈൻഡ് ചെയ്തില്ലെങ്കിൽ അവന് ഭയങ്കര ഇമോഷണലി അപ്സെറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ എന്റെയൊക്കെ വീട്ടില് മോളൊന്ന് കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മോളോ മോനോ കരഞ്ഞാൽ മതി, ഗ്രാൻഡ് പാരന്റ്സ് ഒന്നും നമ്മളെ വഴക്ക് പറയും. എന്തിനാണ് കൊച്ചിനെ ഇങ്ങനെ കരയിപ്പിക്കുന്നത്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല അവരെ കരയിപ്പിക്കേണ്ടി. ഇപ്പൊ എന്തെങ്കിലും ചെറിയ കാര്യമായിരിക്കും, ചിലപ്പോൾ കുറുമ്പ് കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ജസ്റ്റ് തല്ലൊന്നുമില്ല, ജസ്റ്റ് തല്ല് കിട്ടൂട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് കടന്നു കരയും. ചെറുതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് അടിക്കുന്ന പോലെ കാണിച്ചാൽ അപ്പൊ അവൻ കരയും. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കുള്ള ഭീഷണിയാണ്. കാരണം എന്താണ്, അപ്പൊ തന്നെ ഗ്രാൻഡ് പാരന്റ്സ് വരും. ഗ്രാൻഡ് പാരന്റ്സ് ഒന്ന് ഞങ്ങളെ വഴക്ക് പറയും. അതിന് വേണ്ടിയിട്ടുള്ള ട്രിക്സ് നല്ല രീതിയിൽ അറിയാം. അപ്പൊ ഫാമിലി മെമ്പേഴ്സ് കുട്ടീനോടുള്ള പെരുമാറ്റം അത് എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. ഫാമിലി മെമ്പേഴ്സ് കുട്ടീനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു പ്രശ്നമുള്ളത്, പാരന്റ്സ് തമ്മിലുള്ള ഈ തർക്കങ്ങളും കാര്യങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത് ആരുടെ ലൈഫാണെന്ന് അറിയാമോ? നമ്മുടെ കുട്ടികളുടെ ലൈഫാണ്. അവര് എന്താ പറയാ, വളരെയധികം ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നത്. ഇപ്പൊ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള പാരന്റ്സ്, ഇതിപ്പോ ആരെങ്കിലും ഇപ്പോ ഹസ്ബൻഡോ വൈഫോ ആരും മരിച്ചുപോയ പാരന്റ്സിന്റെ മക്കൾ, അവരും എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റീസ് കാണിക്കുന്നുണ്ട്. കാരണം ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ പാരന്റ്സിന്റെ ഒരു കെയർ കുട്ടിക്ക് കിട്ടുന്നില്ല. ഓക്കെ, പ്രോപ്പർ ആയിട്ടുള്ള കെയറും കാര്യങ്ങളും കിട്ടുന്നില്ല. അപ്പൊ ആ കുട്ടികളിൽ മാൽ അഡ്ജസ്റ്റ്മെന്റ്, അതേപോലെ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ കാണും. നിങ്ങൾ പഠിക്കും, ചെറിയ കുട്ടികളിൽ നോട്ടി ചൈൽഡ് ആയിട്ടൊക്കെ മാറും. ഭയങ്കര വികൃതി എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ലെവല് വികൃതി ആയിരിക്കും. ജസ്റ്റ് വികൃതി എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാ കുട്ടികൾക്കും വികൃതി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് മുകളിലായിരിക്കും എന്താ ഈ കുട്ടികളിൽ കാണുന്നത്. പിന്നെ ഞാൻ പറഞ്ഞത് സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ് കുട്ടിയുടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് സോഷ്യലൈസേഷനിൽ. നമ്മൾ ഫോളോ ചെയ്യുന്ന കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻ, നമ്മുടെ ബിലീഫ്സ്, നമ്മുടെ വാല്യൂസ്, ഐഡിയാസ്, ഇതെല്ലാം കുട്ടീനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ സോഷ്യലൈസേഷന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് ഫാമിലി എന്ന് പറയുന്നത്. ഒരു കുട്ടിയുടെ സോഷ്യലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ടിങ് പോയിന്റും ഇവിടെ തന്നെയാണ്, ഫാമിലി തന്നെയാണ്. അതിനുശേഷമാണ് കുട്ടി പുറത്തേക്ക് വരുന്നത്. 3 years ഒക്കെ കഴിയുമ്പോഴാണ് കുട്ടി കൂടുതലായിട്ട് എന്താ പറയാ ഔട്ട്സൈഡ് വേൾഡിനെ കുറിച്ച് മനസ്സിലാകുന്നത്. നഴ്സറിയിലോ പ്രീ KG-യിലൊക്കെ പോയി തുടങ്ങുമ്പോൾ അവന് മനസ്സിലാവും ചുറ്റുപാട് എങ്ങനെയാണ്, ഇവിടേക്ക് ഇങ്ങനെ ഉണ്ട്. എന്നുവെച്ചാൽ കൂടുതൽ കുട്ടികളോട് സംസാരിക്കുന്നു, ഷെയർ ചെയ്യുന്നു, ഫുഡ്സും കാര്യങ്ങളും ഷെയർ ചെയ്യുന്നു. ഞാൻ എന്റെ മോളുടെ ടിഫിൻ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച, ഞാൻ വിട്ടത് ഉണ്ടാവും, അത് കൂടാണ്ട് ബാക്കി എല്ലാ ചിപ്സും കാര്യങ്ങളും അതിലുണ്ടാവും. ഇത് ഇപ്പൊ നടക്കുന്ന സംഭവ. മോൾക്ക് കൊടുത്തു വിടുന്ന സ്നാക്സ് വേറെ ആയിരിക്കും, തിരിച്ചു വരുമ്പോ മിച്ചറൊക്കെ ആയിരിക്കും മിസൈൽ ഉണ്ടാവുന്നത്. അപ്പൊ ഞാൻ അപ്പൊ ചോദിക്കുമ്പോ പറയാം അവള് കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്തു അല്ലെങ്കിൽ ഷെയർ ചെയ്തു. അങ്ങനെ ഷെയറിംഗ് ഹാബിറ്റ്സും കാര്യങ്ങളൊക്കെ കുട്ടി പഠിച്ചു വിടുന്നുണ്ട്. എവിടുന്ന സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്, സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ നഴ്സറിയിൽ പോയി തുടങ്ങുമ്പോൾ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഫാക്ടർ അവിടെ വന്നു. ആരാണ്? ഫ്രണ്ട്സ് അല്ലേ, ഫ്രണ്ട്സ്. അതാണ് പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്സ്. ഓക്കെ, പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് നമ്മുടെ ഫാമിലി പോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ആര്? ഫ്രണ്ട്സ്. നമുക്ക് ഏതൊരു പ്രശ്നം വന്നാലും നമ്മുടെ കൂടെ നിൽക്കാൻ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഒപ്പം നമ്മുടെ ഫ്രണ്ട് ഉണ്ട് എന്നുള്ളത് നല്ലൊരു ധൈര്യമാണ്, നല്ലൊരു കോൺഫിഡൻസ് ആണത്.
അതൊരു നമുക്ക് നല്ലൊരു ധൈര്യവും കോൺഫിഡൻസും കാര്യങ്ങളും കിട്ടുന്നതാണ് പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ്. നമ്മൾ ചിലപ്പോൾ ചെറുപ്പം മുതലേ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ഒരാളായിരിക്കാം. ഓക്കെ, നമുക്കാണെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും സജഷൻസ്, നമ്മുടെ ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യാം, നമ്മുടെ ടെൻഷനും കാര്യങ്ങളും സംസാരിച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്നതും ആരോടാണ്? പിയർ ഗ്രൂപ്പ്സിനോടാണ്. സോ പിയർ ഗ്രൂപ്പ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് കുട്ടിയായിട്ടുള്ളത് സോഷ്യൽ ഡെവലപ്മെന്റ്. The child is introduced to the social world outside his family in many circumstances. So peer groups, social world ആയിട്ട് peer groups ആയിട്ടൊക്കെ എന്താണ് ഡിഫറെന്റ് സർക്കംസ്റ്റാൻസസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. Peer groups satisfy different requirement of the child as കുറച്ച് കുട്ടിയുടേതായ റിക്വയർമെന്റ്സും കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യും. ഞാൻ പറഞ്ഞൊരു അഭിപ്രായം എന്റെ ഫാമിലി അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും എന്റെ ഫ്രണ്ടിനോട് അത് പറഞ്ഞത് നമ്മുടെ ഫ്രണ്ട് അക്സെപ്റ്റ് ചെയ്യും. നമ്മൾ എന്ത് പൊട്ടത്തരം പറഞ്ഞാലും അത് കേട്ടോണ്ടിരിക്കാൻ ഫ്രണ്ട് ഉണ്ടാവും, ഇല്ലേ? എത്ര ദൂരെയാണെങ്കിലും ആ ഒരു ഫ്രണ്ട് ഉണ്ടാവും ആ ഫോണിന് മനസ്സിലായിട്ട്. സോ എന്താണ് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ അച്ചീവ്മെന്റ്സിന് സപ്പോർട്ട് ചെയ്യുന്നത്, നമ്മളോട് നല്ല അഫെക്ഷൻ ആണ്. ഒരു ബ്ലഡ് റിലേഷനും ഇല്ല, ഒന്നുമില്ല, പക്ഷെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും ജീവനല്ലേ. പിന്നെ അപ്രൂവൽ, നമ്മളെ എന്താ പറയാ, നമ്മളെ ശരിയാണ് കോൺഫിഡന്റ് അതൊക്കെ നമുക്കറിയാൻ പറ്റും. പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിനക്ക് വേണ്ടേ പറ്റും, നീ ചെയ്യുന്നതൊക്കെ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ അവിടെ നമ്മൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമുക്കൊരു ബോണ്ട് അവളായിട്ട് ആ ഒരു വ്യക്തിയായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ബിലോങ്നെസ്. പിന്നെ റെക്കഗ്നൈസ് ചെയ്യും നമ്മളെ എക്സ്പ്രഷൻ ഓഫ് തോട്ടാണ് കേട്ടോ. തോട്ട് നാക്കണേ, മിസ്റ്റേക്ക് ഉണ്ട് അതിൽ തോട്ട് നാക്കാം. ഒപ്പീനിയൻ, നമ്മുടെ തോട്ട് ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ നമുക്കൊരു ആളാണ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയാണ്. കുട്ടികളെ സംബന്ധിച്ച് ഫ്രണ്ട് ഉണ്ടാവും, കഥകൾ പറഞ്ഞു കൊടുക്കുന്നതും. അല്ലെങ്കിൽ എന്റെ മോൾക്ക് ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, കൂടെ പഠിക്കുന്നത്, രണ്ടുപേരും LKG പഠിക്കുന്നേ. സോ അവളുടെ ഫ്രണ്ട് നന്നായിട്ട് പാട്ട് പാടും. നന്നായിട്ട് പാട്ട് പാടുന്നത് നമ്മൾ കേട്ടിരിക്കും, നല്ല കഴിവാൻ കുടിക്കും. അപ്പോ നമ്മൾ പറയില്ലേ, മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും കല്ലിനും ഉണ്ടാവും എന്തോ സൗരഭ്യം എന്നൊക്കെ പറയില്ലേ, അതേപോലെ എന്റെ മോളും പാട്ട് പാടാൻ തുടങ്ങിയിട്ടുണ്ട്. സാധാരണ അവള് പാട്ട് പാടുന്ന വെച്ചാല് വലിയ ട്യൂണൊന്നുമില്ല, എന്നെ പോലെ തന്നെയാ. എന്താ പറയാ, ആ ട്യൂണും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷെ എന്താണ്, ആ ഫുൾ പാട്ട് അവൾ കാണാതെ പഠിച്ചു. ഞാൻ ചോദിച്ചു, ഞാൻ ഫോൺ കൊടുക്കാറില്ല, ഫോൺ അവൾ യൂസ് ചെയ്യാറില്ല, ഫോണിൽ കണ്ടു പഠിച്ചതല്ല, എന്തായാലും ഫോണിൽ കണ്ടു പഠിച്ചതല്ല, പുതിയ പാട്ടാണ്. അപ്പൊ എന്നെ ചോദിച്ചു അവളുടെ അടുത്ത്, എങ്ങനെ പഠിച്ചത്? കുക്കു എന്നാണ് അവളുടെ ഫ്രണ്ടിന്റെ പേര്. കുക്കു പാടി തന്നതാ, കുക്കു പറഞ്ഞു കൊടുത്തതാ എന്ന് പറഞ്ഞു. നേഴ്സറിയിലും ഒരുമിച്ചായിരുന്നു, LKG അവർ രണ്ടുപേരും ഒരുമിച്ചാണ്. അപ്പൊ ആദ്യം കുട്ടി പറഞ്ഞു കൊടുത്തത് നമ്മുടെ ഫ്രണ്ട്സിൽ നിന്ന് നമുക്ക് ക്വാളിറ്റീസ് നമുക്ക് പകർന്നു കിട്ടും, അല്ലെ? ഇപ്പൊ ജയശ്രീ എന്താണ് ഇന്റേൺഷിപ്പിന് പോയില്ലേ, ജയശ്രീ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും പകർന്നില്ല, നിങ്ങൾക്കും പറ്റും, നിങ്ങൾ ഇന്റേൺഷിപ്പിന് പോകണം, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എന്നൊക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു കൊടുത്ത് പറയാറുണ്ട്. നിങ്ങൾക്ക് അപ്പൊ തോന്നിയില്ലേ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാറുണ്ട്, ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോ നിങ്ങൾക്കും പറ്റും. അപ്പൊ ഇന്റേൺഷിപ്പിനെ കുറിച്ച് ചില കുട്ടികൾക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും, കോഴ്സ് കഴിഞ്ഞിട്ട് പോകണം, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ലേൺ ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മൾ കണ്ടിന്യൂസ്ലി ലേൺ ചെയ്തുകൊണ്ടേയിരിക്കാം. ഇപ്പൊ ഇന്റേൺഷിപ്പ് അല്ലേ കഴിഞ്ഞുള്ളൂ, വേണമെങ്കിൽ ഒന്നും കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ എക്സ്പീരിയൻസ് ആവും. ഞാൻ 2 സ്ഥലത്ത് ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇന്റർവ്യൂവിനൊക്കെ നല്ല രീതിയിൽ കോൺഫിഡന്റ് ആയിട്ട് പറയാനൊക്കെ പറ്റും. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഫ്രണ്ട്സിനെ കുറിച്ചിട്ടാണ്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഷെയറിങ് മെന്റാലിറ്റിക്ക് ഉള്ള കൂട്ടരാണ്. ഒരു ബ്ലഡ് റിലേഷന്റെ ബേസിലല്ല നമ്മളെ അവര് സഹായിക്കുന്നത്, അല്ലെ? നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്, നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത് പറയുന്നത്. The child pick up the habit and social quality of his companions. കമ്പാനിയൻസിന്റെ ഒരു സോഷ്യൽ ക്വാളിറ്റീസും ഹാബിറ്റ്സും കാര്യങ്ങളും നമ്മൾ പിക്കപ്പ് ചെയ്യും, നമ്മളത് അബ്സോർബ് ചെയ്യും. ഓക്കെ, എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ CMA പഠിക്കുന്ന സമയത്ത് ഭയങ്കര പുള്ളിയാണ് കേട്ടോ. ഞാൻ CMA പഠിച്ചത് കലൂരാണ്. കേട്ടിട്ടുണ്ട് ഈ കോഴ്സിനെ കുറിച്ച്, ഞാൻ കേട്ടിട്ടുണ്ടാവും. CMA എന്നാ പറയുന്നേ, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്നൊക്കെ പറയും. അപ്പോ ആ ഒരു കോഴ്സിന് പഠിച്ചിരുന്ന സമയത്ത് എനിക്കൊരു നല്ല സുഹൃത്തുണ്ടായിരുന്നു. ആളുടെ ഒരു പ്രത്യേക ക്വാളിറ്റിയാണ്, കാരണം ഷെയറിംഗ് ഹാബിറ്റ് വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ചോക്ലേറ്റ് ആണെങ്കിൽ പോലും 5 പേരുണ്ടെങ്കിൽ സ്ക്രീൻ നോക്കി ഇങ്ങനെ മെഷർ ചെയ്ത് കട്ട് ചെയ്ത് തരും നമുക്ക്.
പിന്നെ എന്തും ഷെയർ ചെയ്ത് തരും. ഇപ്പോ നമ്മൾ എന്താ നമ്മളവരോട് ചോദിച്ചാലും ഇപ്പോ അത്രയും ഷെയറിങ് ഹാബിറ്റ് ഉള്ള ഒരു കുട്ടിയായിരുന്നു. ലിഡിയാന്ന പേര് കേട്ടോ, അവളുടെ പേര് ലിഡിയാന്ന. അപ്പം എന്ത് കാര്യം നമുക്ക് തുറന്നു പറയാം, സംസാരിക്കാം, ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ പറയാം. അവളോട് നല്ല സപ്പോർട്ടീവ് ആയിട്ട് നമ്മുടെ ഒപ്പം നിൽക്കും. നല്ലൊരു സുഹൃത്താണ് അവള്. ഓക്കെ, അപ്പോ അവളുടെ ഒരുപാട് ക്വാളിറ്റീസിൽ ഞാൻ എടുത്ത ക്വാളിറ്റിയാണ് ഷെയറിങ് ഹാബിറ്റ്. എനിക്കിഷ്ടമാണ് അവളിൽ നിന്ന് കണ്ട് ഞാൻ എന്താ പറയാ അബ്സോർവ് ചെയ്തൊരു ക്വാളിറ്റിയാണ് ഷെയറിങ് ഹാബിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പണ്ട് ഞാൻ ഭയങ്കര ഒന്നും ഷെയർ ചെയ്യില്ല, സെൽഫിഷ് ഒക്കെ ആയിരുന്നു പണ്ട് പഠിക്കുന്ന സമയത്ത്, ഇത്തിരി സെൽഫിഷ് ഒക്കെ ആയിരുന്നു. അപ്പോ അവളിൽ കണ്ട് ഞാൻ പഠിച്ചൊരു ക്വാളിറ്റി ഷെയറിങ് ഹാബിറ്റ് ആണ്. അപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു ക്വാളിറ്റിയാണ്. പിന്നെ ഞാൻ വർക്ക് ചെയ്തത് കളമശ്ശേരിയിലാണ്, മുനിസിപ്പാലിറ്റിയിലാണ്, അക്കൗണ്ട് സെക്ഷനിലാണ് വർക്ക് ചെയ്തത്. സോ അവിടെ ഞങ്ങൾക്ക് ഒരു ഇക്ക ഉണ്ടായിരുന്നു കേട്ടോ. ഇക്കാന്ന് പറയുമ്പോ ഇക്ക അവിടെ പ്യൂണാണ്. ഞാൻ അക്കൗണ്ട് സെക്ഷനിൽ അക്കൗണ്ടിനെ കേട്ട് നല്ല ബോണ്ടായി ഇക്കയ്ക്ക്. എപ്പോഴും ഞങ്ങൾക്ക് പുറത്തൊക്കെ പോയി വരുമ്പോ ചോക്ലേറ്റ് അതേപോലെ തന്നെ പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തരും. അപ്പം ചായയൊക്കെ ഒരുമിച്ച് കഴിക്കും, നല്ല രസമാണ്, നല്ല കമ്പനിയാണ്. പിന്നെ ഇക്കയെ സംബന്ധിച്ച് ഇക്ക ഈ ഒരു നോമ്പിന്റെ സമയമാകുമ്പോ നോമ്പായിരിക്കുള്ളൂ, ആ സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാവും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്ക ഫുഡ് കഴിക്കുന്നില്ല, അതൊരു മെയിൻ ആയിട്ടുള്ള വിഷമം. കാരണം ഇക്ക അത്രയും നാൾ നമുക്ക് വേണ്ടിയിട്ട് ഇന്ന കാര്യങ്ങൾ വാങ്ങിച്ചു തന്നിട്ട്, ഇക്കയുടെ പ്രാർത്ഥനയാണ്, നമുക്കതറിയാം, ഇക്കയുടെ പ്രേയറാണ് ദൈവത്തിനോടുള്ളത്. പക്ഷെ ഇക്ക ഞങ്ങൾക്കൊരു വിഷമമാണ്. കാരണം ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇക്ക അവിടെ മാറി നിൽക്കാണ്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഷെയർ ചെയ്ത് അങ്ങനെ ഒരു നല്ലൊരു ബോണ്ടാണ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലായി നോക്കിക്കഴിഞ്ഞാല് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിനെ എൻജോയ് ചെയ്താ കഴിക്കുന്നത്. ഒരുപാട് ടീച്ചേഴ്സ് ഒരുമിച്ചിരുന്ന് എല്ലാവരും ഫുഡ് ഷെയർ ചെയ്ത് അത് നല്ലൊരു ബോണ്ടാണ് നമുക്ക്. അപ്പൊ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിൽ, പ്രത്യേകിച്ച് സോഷ്യൽ ഡെവലപ്മെന്റിൽ പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പറയില്ലേ ലാംഗ്വേജ് ഡെവലപ്മെന്റും ഈ പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പും എന്തുണ്ട് കണക്ഷൻ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആരെടുത്തേ? അശ്വതി മിസ്? അശ്വതി മിസ്. ഓക്കെ, അപ്പൊ ലാംഗ്വേജ് ഡെവലപ്മെന്റ് വെച്ചാൽ നഴ്സറിയിലൊക്കെ പോയി തുടങ്ങുമ്പോഴായിരിക്കും കുട്ടികളുടെ ഈ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇംപ്രൂവ് ആവുന്നത്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അയ്യോ മിസ്, അതൊരു കോമഡി. ഒരു കുട്ടി എന്നോട് ഇടയ്ക്ക് എന്തൊക്കെയോ വന്ന് പറയേ, അത് ഒരു ഇപ്പുറത്തിരിക്കുന്ന കുട്ടിയുടെ കംപ്ലൈന്റ് ആണ്, പക്ഷെ അവന്റെ ഭാഷയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ മിസ്സിനെ ഇങ്ങനെ നോക്കും, അവരുടെ മിസ്സിനെ അടുത്ത് വന്ന് ഇങ്ങനെ പറയും. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു ഇത്തിരി മനസ്സിലാക്കിയിട്ട് വരും. അതെ, ഇങ്ങനെ തിരിഞ്ഞു വരാൻ ഇത്തിരി പാടാണ്. ഓക്കെ, അത് ഒരു 5 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും അവിടെ മാറും. ശിശുച്ചാരണം പറയും, ചൈൽഡ് ആർട്ടിക്കുലേഷൻ. അത് മാറി അവർ നല്ല രീതിയിൽ പ്രൊനൗൺസ് ചെയ്യാൻ തുടങ്ങും. എന്റെ മോള് ഒന്നും സംസാരിക്കൂലായിരുന്നു. എന്നുവെച്ചാല് 3 വയസ്സായിട്ടും 3 വയസ്സൊക്കെ ആയപ്പോഴാണ് നഴ്സറി ചേർത്ത് തുടങ്ങിയത്. ആ സമയത്തൊന്നും അധികം സംസാരിക്കൂല. ഞാൻ വിചാരിച്ചു എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലി എല്ലാവരും മിണ്ടാത്തവരാ, ഒന്നും മിണ്ടൂല, സൈലൻസാ. ഹസ്ബൻഡ് ഒന്നും സംസാരിക്കില്ല, അച്ഛൻ അധികം സംസാരിക്കും, കുറച്ച് മാത്രം സംസാരിക്കുള്ളൂ. അമ്മ കുറച്ച് എന്തെങ്കിലും ഒരു 3-4 സെന്റൻസ് സംസാരിക്കുന്ന വീട്ടിലെ അമ്മ മാത്രമാണ്. ഞാനോ ഫുൾ സംസാരിക്കുന്നു, ഇങ്ങനെ ഫോണ് സംസാരിച്ചോണ്ടിരിക്കും, വായ അടയ്ക്കാണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാനാണ് ആ വീട്ടിലേക്ക് മാരേജ് ചെയ്ത് പോയത്. ഞാൻ ചെല്ലുമ്പോ എല്ലാവരും എല്ലാവരുടേതായ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഹസ്ബൻഡ് ഫുൾ ബുക്കാണ്, ഏത് സമയവും ബുക്സ് റീഡ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ എന്താണ്, അച്ഛനാണെങ്കിലും ചിലപ്പോൾ ന്യൂസ് ചാനൽ കണ്ടുകൊണ്ടിരിക്കും. അമ്മ അമ്മയുടേതായ ലോകത്താണ്. അമ്മയുടെ വർക്ക്സും കാര്യങ്ങളും, അമ്മ ബാങ്കില് വർക്ക് ചെയ്യുന്നത്, അപ്പൊ വർക്ക്സും അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നമ്മുടെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ അങ്ങനെ ഒരു ലോകം അപ്പൊ ഞാൻ വന്നിട്ടിരിക്കാം. അപ്പം മൂത്ത ആള് വരുന്നവരെയും ഞാൻ ഭയങ്കര ബോറടി ആയിരുന്നു. ഫസ്റ്റ് കുട്ടി വന്നതിന് ശേഷം എനിക്ക് ബോറടി കുറച്ച് കുറഞ്ഞു. അപ്പൊ ഇവള് അധികം ആരോട് സംസാരിക്കുന്നില്ല, വീട്ടിൽ ആരോട് അധികം സംസാരിക്കുന്നില്ല. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സ്നേഹമൊക്കെയാണ്, പക്ഷെ അധികം ആ ലാംഗ്വേജ് ഡെവലപ്മെന്റ് കുറവായിരുന്നു. പക്ഷേ അവള് നഴ്സറി പോയി തുടങ്ങി. നഴ്സറി പോയി 3 വയസ്സ് 2.5 വയസ്സിൽ ചേർത്തു. 2-3 വയസ്സൊക്കെ ആയപ്പോഴും പോയി തുടങ്ങി. ദെൻ അപ്പൊ മുതൽ ആള് നോൺ സ്റ്റോപ്പ് ആയിട്ട് സംസാരിക്കും, എന്നെ പോലെ. ഞാൻ സംസാരിക്കുന്ന പോലെ ഞാൻ സംസാരിച്ചോണ്ടേയിരിക്കും. അപ്പൊ അതിൽ പിന്നെ രണ്ടാമത്തെ മോനാ. അവൻ 1.5 വയസ്സിൽ സംസാരിക്കാൻ തുടങ്ങി. 1 വയസ്സൊക്കെ ആയപ്പോഴേക്കും അവൻ വേർഡുകളും, 1 വയസ്സിന് മുമ്പേ വേർഡ്സും കാര്യങ്ങളും പറഞ്ഞു. 1.5 വയസ്സായപ്പോഴേക്കും സെന്റൻസ് ഫോം ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ നോക്കിയപ്പോ മനസ്സിലായത്, അവൾ എന്താണോ പറയുന്നത്, മോൾ എന്താണോ പറയുന്നത്, അതാണ് അവൻ എന്ത് ചെയ്യുന്നത്, ഈ സംസാരിക്കുന്നത്.
അവളുമായിട്ട് നല്ല രീതിയിൽ കോണ്ടാക്ട് ചെയ്യാം, നല്ല രീതിയിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവർ തമ്മിലൊരു ലാംഗ്വേജ് ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചു ഇവർ രണ്ടുപേരും പറയുന്ന ലാംഗ്വേജ് എനിക്ക് മനസ്സിലാവുന്നില്ല, ഇവർക്ക് മാത്രം മനസ്സിലാവുന്നത്. പക്ഷെ പതിയെ പതിയെ അത് നമ്മുടെ ലാംഗ്വേജിലേക്ക് അത് കൺവേർട്ട് ചെയ്ത് വന്നു കേട്ടോ. ആദ്യം ഒരു 6, 7, 8 month ഒക്കെ സമയത്ത് ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല, ആർക്കും മനസ്സിലാവില്ല, അതേപോലെ സംസാരമാണ്. പക്ഷെ അത് പതുക്കെ പതുക്കെ അവൾ സംസാരിക്കുന്ന പോലെ അവൾ വന്നു. അവൻ ഇപ്പൊ 1.5 വയസ്സൊക്കെ ആണെങ്കിലും സെന്റൻസ് ഫോം ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. നല്ല രീതിയിൽ സ്പീഡിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് എന്തെങ്കിലും വേണോന്ന് ചോദിച്ചാൽ ചോറ് വേണോ, ചോറ് വേണ്ട, ചപ്പാത്തി മതി, അങ്ങനെ വ്യക്തമായിട്ട് പറയുന്നു. എന്റെ മോളെ ഞാൻ ആലോചിക്കും, ഇവിടെ ആ സമയത്തൊന്നും ഇങ്ങനെ സംസാരിച്ചിരുന്നില്ലല്ലോ, അത്ര കമ്മ്യൂണിക്കേഷൻ കുറവായിരുന്നു മോക്ക്. പക്ഷെ ആളിപ്പോ ഓക്കെയാണ്. ആ ലാംഗ്വേജിന്റെ ആ ഒരു പ്രശ്നമാണ്. ലാംഗ്വേജ് ഡെവലപ്മെന്റ് പതിയെ സ്ലോ ആയിരുന്നു. ഇവരാണെങ്കിൽ ഭയങ്കര സ്പീഡിൽ സംസാരിക്കട്ടെ, നോൺ സ്റ്റോപ്പ് ആക്കി സംസാരിച്ചോണ്ടേയിരിക്കും കേട്ടോ. അപ്പോ ഇത് എന്താണ് ഇവനെ സംബന്ധിച്ച് ഇവന് സിബ്ലിങ്സ് ഉള്ളതുകൊണ്ട് തന്നെ, ഇതിലെ ചേച്ചി ഉള്ളതുകൊണ്ട് തന്നെ സംസാരം കൂടുതലാണ്. അപ്പൊ അവരിൽ കൂടുതൽ ഡെവലപ്മെന്റ് സംഭവിക്കും. അപ്പൊ പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പിൽ കുട്ടികൾ ഏർപ്പെടുമ്പോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ആവുമ്പോ അവരിൽ നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റും നല്ല രീതിയിൽ ഇംപ്രൂവ് ആവും. ഓക്കെ, സോഷ്യൽ ഡെവലപ്മെന്റും ലാംഗ്വേജ് ഡെവലപ്മെന്റും പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഒറ്റ കുട്ടിയാണെങ്കിൽ ചിലപ്പോ ആ കുട്ടിയിൽ വരുന്ന അത്രയും ഡെവലപ്മെന്റ് ആയിരിക്കില്ല 2, 3 കുട്ടികളുള്ള വീടുകളില്. മോൾ ആദ്യം സംസാരിച്ചിരുന്നോ? 3 പേരില്ലേ ജയശ്രീക്ക്? എന്നോടാണോ മിസ്? ആദ്യം ഇല്ല, അത്ര കുറച്ചായിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുമായിരുന്നു. എന്നാലും പറയുമായിരുന്നു കേട്ടോ മിസ്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോ പറയും. അപ്പൊ അനിയത്തി പറയുമായിരുന്നു ഇപ്പൊ സംസാരിച്ച് തുടങ്ങി ചേച്ചി ഇങ്ങനെ കാണുമ്പോ പറയും. അപ്പൊ അനിയന്റെ കുട്ടി ഇതേപോലെ ഇനി ഒന്നും ആവാനുണ്ട് സംസാരിക്കാൻ. അപ്പൊ അത് ഇങ്ങനെ ഇവള് എല്ലാം കേട്ട് നമ്മുടെ ഇതാകും, മനസ്സിലാക്കുമായിരുന്നു മോള്. അതേപോലെ പറയാൻ ശ്രമിക്കും. ഓക്കെ, നമ്മളുടെ കുട്ടിയുടെ ആ ഒരു ഫ്രണ്ട്സിനോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക പിയർ ഗ്രൂപ്പ്സ് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എങ്ങനെയാണ് അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, സോഷ്യലൈസേഷൻ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമ്മൾ പഠിക്കുകയാണല്ലോ, അപ്പൊ അതുകൊണ്ട് എന്റെ മോൻ ഇതേപോലെ 1.5 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നന്നായി സംസാരിക്കേ. അപ്പൊ അടുത്തുള്ള ചേച്ചി പറഞ്ഞേ ഇത്ര ചെറുപ്പത്തിൽ ഇത്ര നന്നായി സംസാരിക്കണു മോനെന്ന് പറഞ്ഞു. അതിന്റെ ശേഷം അവന് വിക്കല് തുടങ്ങി, ഭയങ്കര വിക്കലും സംസാരം കുറവായി. ഡോക്ടറെ കാണിച്ചപ്പോ പറഞ്ഞു എപ്പോഴും അവനോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനും മോനും ഒറ്റയ്ക്ക് ഉണ്ടാവുള്ള വീട്ടിലെ. അപ്പൊ തൊട്ടടുത്ത് നഴ്സറി ഉണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നഴ്സറിയിൽ ആക്കിക്കോ, അവിടെ കുട്ടികളുണ്ടല്ലോ അവരായിട്ട് സംസാരിച്ച് ശരിയായിക്കോളും. അപ്പൊ 2.25 ശരി 2.25, 2.5 വയസ്സാകുമ്പോഴേക്കും നഴ്സറി പറഞ്ഞു വെച്ചു. ശരിയായി. ഓക്കെ, അത് സോഷ്യലൈസേഷൻ ഇതാണ് നന്നായി ഡോക്ടർ അഡ്വൈസ് കേട്ടത്. ചില പാരന്റ്സ് വിടില്ല. എന്റെ മോളുടെ കേസിലും അങ്ങനെയായിരുന്നു, സംസാരിക്കില്ലായിരുന്നു അവള്. നഴ്സറി വിട്ടതിന് ശേഷം ആള് സംസാരിച്ചു, പാട്ടൊക്കെ പാടാനൊക്കെ തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ അവിടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആളെ കേട്ട്. അതുപോലെ തന്നെ പ്രീ സ്കൂളിൽ ഒരു കുട്ടിയുടെ അമ്മ ആ മിസ് പറഞ്ഞതാ, അല്ല കുട്ടിയുടെ അമ്മ പറഞ്ഞതാ മോൻ സംസാരിക്കുന്നുണ്ടായില്ല എന്ന്. അപ്പൊ സ്കൂളിൽ വിട്ടതിന് ശേഷം ഈ മിസ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. മിസ് ആ കുട്ടിയെ സംസാരിപ്പിച്ചെടുത്തു. അതായത് ആ കുട്ടി ഒന്നും സംസാരിക്കൂലായിരുന്നു. മിസ്സിന്റെ അടുത്ത് പോയിട്ട് നന്നായിട്ട് സംസാരിച്ചു. ഭയങ്കര ഹാപ്പി ആയിട്ട് അവർ പറയും, അത് ഇപ്പോഴും പറയും. അതങ്ങനെയാണ്, നമ്മൾ സോഷ്യലൈസേഷൻ കുട്ടികളുടെ വരുമ്പോൾ ഈ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇംപ്രൂവ് ആയി വരും. നമ്മൾ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. 3 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുട്ടികൾ നല്ല രീതിയിൽ സെന്റൻസ് കാര്യങ്ങൾ ഫോം ചെയ്ത് സംസാരിക്കും. നമ്മള് ചില പാരന്റ്സിന് ഭയങ്കര ഓവർ ടെൻഷൻ ആയിരിക്കും. എന്റെ മോൻ സംസാരിച്ചല്ലോ, ആ കുട്ടി സംസാരിച്ചല്ലോ, ഈ കുട്ടി സംസാരിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓരോ ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആണ്. അതിനനുസരിച്ച് ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ കുറിച്ചിട്ടൊക്കെ. ഓക്കെ, വളരെ ഡിഫറെന്റ് ആണ്. ഓരോ കുട്ടിയുടെ ക്വാളിറ്റീസും കാര്യങ്ങളും ഡിഫറെന്റ് ആണ്. അവർ വളർന്നു വരുന്ന സാഹചര്യം അതിനെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി റോൾ ഓഫ് ടീച്ചർ, നമ്മൾ ഓരോരുത്തരുടെ റോൾ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓരോരുത്തർ റീഡ് ചെയ്യോ? First is role of a teacher. Role of the teacher. The teacher should arrange informal social functions in which students may come closer to each other and have an opportunity to understand interests and aspirations of each other. ഓക്കെ, നമ്മള് എപ്പോഴും ഒരു ഫോർമൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ ക്ലാസ്സുകൾ എടുക്കുക, ക്ലാസ്സിൽ സ്ട്രിക്റ്റ് ആയിട്ട് പഠനം എടുക്കുക, അങ്ങനെയല്ല. കുട്ടികളോട് ഇൻഫോർമൽ സോഷ്യൽ ഫംഗ്ഷന്റെ ഭാഗമായിട്ട് ഗ്രൂപ്പായിട്ട് തിരിച്ച് ഗ്രൂപ്പ് ആക്ടിവിറ്റീസുകൾ എടുക്കുക,
ഗ്രൂപ്പ് ഗെയിംസും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആക്ഷൻ സോങ് നമ്മൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ നമ്മൾ എന്ത് ചെയ്യാം, ഹാൻഡിൽ ചെയ്യാം. അപ്പൊ അവർക്ക് നല്ലൊരു അണ്ടർസ്റ്റാൻഡ് ഉണ്ടാവും. ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അവർക്ക് നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ആവും. കുട്ടികൾ തമ്മിൽ നല്ലൊരു ക്ലോസ് ആവും. കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ബോൺസ് കാര്യങ്ങളൊക്കെ വരും. ഒരു നല്ല ബോണ്ടിങ് ഒക്കെ വരാനായിട്ട് കാരണമാകും. അറേഞ്ച് എക്സ്പ്രഷൻസ് and trick to provide more opportunity for informal conversation and close contact. നമ്മൾ ഈ എക്സ്പ്രഷനും ട്രിപ്സും ഒക്കെ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം ആയിരിക്കില്ല, അല്ലെങ്കിൽ പോകുന്ന ജേണി ആയിരിക്കില്ല നമുക്ക് ഇമ്പോർട്ടന്റ്. നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ആ സമയം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് അവരോട് സംസാരിച്ച്, ചിലപ്പോ അന്ന് വരെയും ഇല്ലാത്തൊരു വ്യക്തിയോടായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. നല്ല രീതിയിൽ ബോണ്ട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ചില ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ നമ്മളുടെ ആ ഒരു ഫോർമൽ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറി ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള കോൺവെർസേഷനിലേക്കൊക്കെ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും. ഓർഗനൈസ് ഗ്രൂപ്പ് ഗെയിംസും കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യാം. ആൻഡ് അതർ ആക്ടിവിറ്റി ടു ട്രെയിൻ ദി ചിൽഡ്രൻ ടു ടേക്ക് പാർട്ട് ഇൻ സോഷ്യൽ ആക്ടിവിറ്റീസിൽ ടേക്ക് പാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളും ചെറിയൊരു ഏജ് മുതൽ കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കണം. Teachers must make sure that safe and healthy social environment in which the child may inculcate discernible value of freedom, quality, integrity, honesty. നമ്മുടെ ഓരോ കുട്ടികൾക്കും നല്ല സേഫും ഹെൽത്തിയും എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് അവർക്ക് വേണ്ട ഫ്രീഡവും ക്വാളിറ്റിയും ഇന്റഗ്രിറ്റിയും ഹോണസ്റ്റിയും സത്യസന്ധരും. അത് ശരി, നമ്മൾ അവരെ വഴക്ക് പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി കള്ളം പറഞ്ഞു തുടങ്ങുന്നത്. അപ്പൊ നമ്മളോട് അവർ വഴക്ക് പറയാതെ എന്താണ് പ്രശ്നം സോൾവ് ചെയ്യാം, പെട്ടെന്ന് ചൂടാവാനൊന്നും പാടില്ല. അങ്ങനെ കുറച്ച് നല്ല രീതിയിൽ നമ്മൾ അവരെ ബൂസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നല്ല രീതിയിൽ അവർ ട്രെയിൻ ചെയ്തെടുക്കാം. കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസുകൾ ഇൻക്ലൂഡ് ചെയ്യാം. ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യാം. കോമൺ നീഡ്സ് എല്ലാവർക്കും, ഇപ്പൊ നേഴ്സറിയിലാണെങ്കിൽ അംഗനവാടിയിലൊക്കെ ആണെങ്കിൽ കോമൺ മീലാണ് അല്ലെ, എല്ലാവരും ഒരുമിച്ചിരുന്നായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ഇപ്പൊ വളരെ എന്താ പറയാ ഹൈ ക്ലാസ് കുട്ടിയാണോ ലോ ക്ലാസ്, അങ്ങനെ ഒരു ഡിഫറൻസ് ഒന്നുമില്ല. എല്ലാവർക്കും ഒരേപോലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നു. സോഷ്യൽ സർവീസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നു. ഇതെല്ലാം കുട്ടികളെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അൺമിറ്റ് കേട്ടോ. സോറി കേട്ടോ. നമ്മള് ടീച്ചേഴ്സ് മസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് സേഫ് ആൻഡ് ഹെൽത്തി സോഷ്യൽ എൻവയോൺമെന്റ്, നമ്മുടെ സ്കൂളുകളിൽ ഒരു ഹെൽത്തി ആൻഡ് സോഷ്യൽ എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഉത്തരവാദിത്വം നിങ്ങൾ ഓരോരുത്തരുടെയും കയ്യിലാണ്, നിങ്ങൾ ഓരോ ടീച്ചേഴ്സിന്റെയും കയ്യിലാണ്. അപ്പൊ നല്ലൊരു ഫ്രീഡവും നല്ല ക്വാളിറ്റിയും ഇന്റഗ്രിറ്റി ഹോണസ്റ്റി ഒക്കെ ഉള്ള കുട്ടികളെ വാർത്തെടുക്കേണ്ട ഉത്തരവാദിത്തമാണ് ഈ ഒരു കോഴ്സ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത്. ഓക്കെ. ദെൻ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ക്യാമ്പ്, കോമൺ മീറ്റ്സ്, സോഷ്യൽ സർവീസുകളിലൊക്കെ കുട്ടികളെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സ്റ്റോറീസ് ഡിസ്പെൻസ് ഇൻ സെൽഫ് സാക്രിഫൈസ്, ഗ്രേറ്റ് മെൻസിനെ കുറിച്ചിട്ട് സെൽഫ് സാക്രിഫൈസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസും കാര്യങ്ങളും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ഫോർ ദ കോസ് ഓഫ് ജനറൽ ഗുഡ് may be told to the children to say that they're motivated to rise above gains and work for better humanity.
നല്ല വ്യക്തികൾ ഉണ്ടാവും. നമുക്ക് എന്താ പറയാ, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ച് സംതിങ് ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് APJ അബ്ദുൽ കലാം. അപ്പോ ഞാൻ ഒരു കുട്ടീനെ നല്ല രീതിയിൽ ഇൻസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആരെ കുറിച്ചായിരിക്കും കഥ ആദ്യം പറഞ്ഞുകൊടുക്കുന്നത്? APJ അബ്ദുൽ കലാമിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ ജീവിതവും കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പൊ അതേപോലെ സ്റ്റോറീസും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കാം. റിയൽ ലൈഫ് സ്റ്റോറീസും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ സാധാരണയായിട്ടൊരു ആക്ടിവിറ്റി കൊടുക്കാറുണ്ട്. ഗ്രേറ്റ് പേഴ്സൺസിനെ, ഗ്രേറ്റ് മെൻസിനെ കുറിച്ചിട്ടുള്ള സ്റ്റോറീസ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, അതാരൊക്കെ ചെയ്യും? ഞാൻ ഒന്ന് പെൻ എടുക്കട്ടെ അപ്പോയിന്റ്മെന്റ്. ഒന്നുകൂടെ പറയാമോ മിസ്സേ? ഗ്രേറ്റ് പീപ്പിൾസിനെ കുറിച്ചിട്ട് സ്റ്റോറീസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ APJ അബ്ദുൽ കലാം, മദർ തെരേസ, മഹാത്മാഗാന്ധി, ഹെലൻ കെല്ലർ, അതേപോലെ ഡോക്ടർ BR അംബേദ്കർ, പിന്നെ ആരാണ്, മലാല യൂസഫ്സായ്. അങ്ങനെ ഗ്രേറ്റ് ആയിട്ടുള്ള പേഴ്സൺസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് സെമിനാർ എടുക്കാൻ പറ്റും. ആരൊക്കെയാണ് എടുക്കണേന്ന് ഒന്ന് പറഞ്ഞ് ഏതാ ടോപ്പിക് എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ആദ്യം APJ 2 പേർക്ക് പറയാം കേട്ടോ ഒരു ടോപ്പിക്കും. അത് ഇതിനു മുമ്പ് സെമിനാർ എടുത്തവരാണോ എന്നൊന്നും നോക്കണ്ട, എല്ലാവർക്കും ഉണ്ടാവും അവസരം. ഓക്കെ, ജയശ്രീ ഉണ്ടാവില്ല ഈ പ്രാവശ്യം സെമിനാറിന്, മനസ്സിലാവും. എന്റെ കാര്യം ഡൗട്ട് ഉണ്ട്. അന്വേഷണത്തിന് പോകുമോ? ഗ്രേറ്റ് പീപ്പിളിന്റെ റെക്കോർഡിൽ എഴുതിയിട്ടുണ്ട് മിസ്. അത് ഏതൊക്കെ ടോപ്പിക്കാന്ന് നോക്കാൻ പോയത്. അറിയില്ല മിസ് ഉണ്ടാവോ എന്താന്ന് അറിയില്ല. ഞാൻ പക്ഷെ മസ്റ്റായിട്ട് ക്ലാസ് എനിക്ക് അറ്റൻഡ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട് സിസ്റ്റർ. പക്ഷെ അവിടെ ആർട്ട് റൂമിലൊക്കെ ആയിരിക്കും ചിലപ്പോ അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, കാരണം 1:30-ക്ക് ശേഷം ഞാൻ ഫ്രീ ആണ് മിസ്. ഇപ്പൊ കുട്ടികളുടെ ബുക്സ് ഒക്കെ കറക്റ്റ് ചെയ്യുന്ന തിരക്കിലായിരിക്കും മിസ്മാര്. നമ്മള് ട്രെയിനേഴ്സ് ഹെൽപ്പ് ചെയ്യാൻ പാടില്ല എന്നുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെയെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാലോ എന്ന് പറഞ്ഞു സിസ്റ്ററോടെ. അപ്പം മിസ് സിസ്റ്റർ പറഞ്ഞു എന്നാ മിസ് ക്ലാസ് അറ്റൻഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. മദർ തെരേസ എഴുതിയിരിക്കുന്നത്. അടുത്ത ഓരോരുത്തർ പറഞ്ഞു. ഞാൻ പറയാട്ടോ മിസ്. ആരെ കുറിച്ചിട്ടാ പറയുന്നേ? ക്ലാസ്സിലുണ്ടെങ്കിൽ APJ കുറിച്ച് ഞാൻ എടുത്തോളാം. ക്ലാസ്സിലുണ്ടെങ്കിൽ ഒരാളും കൂടി APJ കുറിച്ച് പറഞ്ഞു തരാൻ ഒരു കാര്യം ഉറപ്പില്ല. വേറെ ആരാ APJ അബ്ദുൽ കലാമിനെ കുറിച്ച് പറയുന്നേ? ഞാൻ പറയാം. ഞാനിപ്പൊ കേറിയിട്ടുള്ള മിസ്, എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ്. ആരാണ്? ആർക്കാ മനസ്സിലാവാത്തെ? മദർ തെരേസയുടെ എഴുതിയിട്ടുണ്ട്. താജുന്നിസ APJ അബ്ദുൽ കലാം. ഫാത്തിമ അല്ലേ? താജുന്നിസ. ഓക്കെ, താജുന്നിസ APJ അബ്ദുൽ കലാം. ഓക്കെ. എടാ അതില്ലേ, നമ്മള് കുട്ടികൾക്ക് ഇപ്പൊ ഒരാൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ച് അതാണ് പറയുന്നത്. കുട്ടികൾക്ക് ഇൻസ്പയർഡ് ആയിട്ടുള്ള റിയൽ ഹീറോസിനെ കുറിച്ചിട്ടുള്ള കഥകൾ, സ്റ്റോറീസ് ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള വ്യക്തിയെ സെലക്ട് ചെയ്യാം, ആ ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. മലയാളത്തിൽ പറഞ്ഞാലും മതി. ഓക്കെ. മഹാത്മാഗാന്ധി അല്ലേ? അവരുടെ ഫേമസ് അവരുടെ സ്റ്റോറീസ് നമ്മൾ വിളിക്കണ്ടേ? അല്ലടാ, അല്ല, അവരുടെ ലൈഫ് അല്ലെങ്കിൽ അവരെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പറയില്ലേ, ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും മിസ്റ്റർ ഹെലൻ കെല്ലറിനെ കുറിച്ച് പറയാൻ പറ്റുമോ? ആരാണ്? ഹെലൻ കെല്ലർ. ഓക്കെ, മോന്റെ പേര്? അഷിത. ഹെലൻ കെല്ലർ. ഓക്കേടാ. എന്താണ് ലൈഫ് ഹിസ്റ്ററി പറഞ്ഞാ പോരെ? അവരുടെ ജേർണി കാര്യങ്ങളും അവരുടെ സക്സസും പിന്നെ അച്ചീവ്മെന്റ്സും ഓരോ അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ സെർച്ച് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ അവരെ കുറിച്ച് മനസ്സിലായത് അത് പറഞ്ഞാൽ മതി. എന്താണ്? ശരണ്യൻ BR അംബേദ്കർ ആണോ? ഡോക്ടർ. ഓക്കെ, ആരാണ് ഇതിലെ? ജോർജ്. സെമിനാർ ആണോ?
ജോഷൻ പറഞ്ഞോടോ? ഒരു പേരെന്താ? മദർ തെരേസയെ പറ്റി ഞാൻ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, കുഴപ്പമില്ല. ബിൻസിയുടെ പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ മദർ തെരേസയില്. മാം, മലാല യൂസഫ് ഷാനെ കുറിച്ച് ഞാൻ പറഞ്ഞോട്ടെ? ആ ഓക്കെ. ഹസ്ന. ജോഷൻ. ജോസ്നയാണ് മിസ്. ഇവിടെ ഭയങ്കര ബഹളമാണ്. ഞങ്ങളുടെ പെരപണി നടന്നുകൊണ്ടിരിക്കുക. പിന്നില്ലേ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറയാലോ, ചാച്ചാജി. കുട്ടികളുടെ ഫേവറേറ്റ് പറയാം. ജോസ്ന എന്നാണ് കേട്ടോ പേര്. ഫ്രൈഡേയിലായിരിക്കുമോ ക്ലാസ് സെമിനാർ? അല്ലടാ, തേഴ്സ്ഡേ ആയിരിക്കും. ഞാൻ ലാസ്റ്റ് തേഴ്സ്ഡേ ലീവ് ആയിരുന്നു, ഹാഫ് ഡേ. സോ അതുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് ഷിഫ്റ്റ് ചെയ്തത്. ഉച്ചവരെ ഞാൻ ട്രെയിനിങ്ങിലായിരിക്കും. പക്ഷെ നേരത്തെ വരുവാണെങ്കിൽ ഞാൻ എടുത്തോളാട്ടെ മിസ്സേ. ഓക്കെ, കുഴപ്പമില്ല. ടെൻഷനാണ്. ഓക്കെ, വേറെ ആരെങ്കിലും? പറഞ്ഞോ മിസ്സേ, ഞാനേ ഓഫീസിലിരുന്നാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. എനിക്കത് കാരണം ഷാരിയാണ് ക്ലാസ് ഫുള്ള് ഞാൻ കേൾക്കുന്നത്. അത് കാരണം എനിക്ക് സെമിനാർ എടുക്കാനൊന്നും സിറ്റുവേഷൻ ഇല്ല ഇവിടെ. കുഴപ്പമില്ല. നിങ്ങൾ സെമിനാർ കേട്ടാൽ മതി. അവർ പറയുന്നത് എങ്ങനെയാണ്, ഓരോ പെർഫോമൻസ് നമ്മള് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്താൽ മതി. കാരണം ഈ സെമിനാർ എടുക്കുന്നത് വെച്ചാല് ഈ ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ടോപ്പിക് ചോദിക്കുകയാണെങ്കിൽ നല്ല കോൺഫിഡൻസോടെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇതിന്റെ ഭാഗമായിട്ടാണ്. കുഴപ്പമില്ല. ഇത്രയുമല്ലേ ടോപ്പിക് ഉള്ളൂ? മദർ തെരേസ ആണെങ്കിൽ കൊടുത്തോ മിസ്? മദർ തെരേസ. ആ, എല്ലാവരും മദർ തെരേസ ആണ്. ആണോ? കുഴപ്പമില്ല. നെക്സ്റ്റ് നമ്മൾ ചാപ്റ്റർ എടുക്കുമ്പോൾ ഞാൻ സെമിനാർ തരുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പൊ ആ ഒരു പേഴ്സണെ കുറിച്ചിട്ട് പ്രിപ്പയർ ചെയ്ത് പ്രസന്റ് ചെയ്യാം. ഓക്കെ മിസ്. ഓക്കെ, അപ്പോ എല്ലാവരും സെമിനാർ പ്രിപ്പയർഡ് ആയിട്ട് വരാം. നല്ല രീതിയിൽ അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഹെലൻ കെല്ലർ, അഷിത അല്ലേ? മിസ്. സ്റ്റീഫൻ ഹോക്കിൻസോ ആരെങ്കിലും ഒരാൾ പ്രസന്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. ആര് പ്രസന്റ് ചെയ്യും? സ്റ്റീഫൻ അറിയാം ഉണ്ടെങ്കിൽ അത് പ്രിപ്പയർ ചെയ്തിട്ട് വരാം കേട്ടോ. ഓക്കെ, അത് ഞാൻ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മോക്ക് ടെസ്റ്റ് ഇടാൻ പറയാം. ദെൻ സൈൻ ഔട്ട് പറഞ്ഞു കേട്ടോ. കുറച്ച് ടോപ്സ് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും. നെക്സ്റ്റ് ക്ലാസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് വരണം. ക്ലാസ് തന്ന മിസ്സിനും ക്ലാസ് ശ്രദ്ധിച്ചിരുന്ന എല്ലാ എൻ്റെ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദി. താങ്ക് യു. Thank you, miss. Thank you, miss. Thank you, Ludia. Thank you all. Thank you, miss. Thank you all. Thank you.